നമസ്കാരം, ഞാൻ ബിപിൻ പള്ളിക്കോട്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിൽ ആളാകാനോ പബ്ലിസിറ്റിക്കോ വേണ്ടി ഒന്നുമല്ല. എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ. ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്ന പല ആൾക്കാരും അവർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ഒരു കൽപ്പണിക്കാരനോ ഒരു മരപ്പണിക്കാരനോ അവൻ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, വീണ്ടും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു. അപ്പൊ അവരുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഒരു എഞ്ചിനീയർ രാവിലെ വീട്ടിൽ നിന്നും ജോലിക്ക് പോകുന്നു, വീണ്ടും വൈകിട്ട് വീട്ടിലേക്ക് വരുന്നു, വീണ്ടും എഴുന്നേറ്റ് ജോലിക്ക് പോവുകയാണ്. അവരുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അവർ ആ സമൂഹം അറിയാതെ പോകുന്നു. നമ്മളെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചേ മതിയാവൂ. നമ്മുടെ ലൈഫ് കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് വെറും പാടാണ്, വേസ്റ്റാണ്. നമ്മൾ ജീവിച്ച് മരിച്ചു പോവുകയാണ് വെറുതെ ഭൂമിയിൽ. നമ്മളൊരു അഡ്രസ്സ് പോലും ഉണ്ടാവില്ല. നമ്മൾ അറിയണമെങ്കിൽ, നമ്മളെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചേ മതിയാവും. അഹം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്. അഹം സംസ്കൃതത്തിലെ വാക്കാണ് അഹം. ഞാൻ എന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞു പോകുന്നു. അതാണ് ഇപ്പോഴത്തെ സമൂഹത്തിലെ അവസ്ഥ. അപ്പൊ ഞാൻ വീഡിയോയിലേക്ക് വരാട്ടാം. ഞാൻ പറയാവുന്ന വീഡിയോ എന്ന് വെച്ചാൽ തലവേദനയെ കുറിച്ചാണ്. തലവേദന ഇന്ന് പല ആൾക്കാർക്കും ഉണ്ട്. പല ആളുടെയും വേദനാജനകമായ അവസ്ഥയുണ്ടായി തലവേദന എന്ന് പറയുന്നത്. തലവേദന തന്നെ പലതരമുണ്ട്. മൈഗ്രെയിൻ, അതുപോലെ തന്നെ സൈനറ്റിക്സ്, അങ്ങനെ പലതരം വേർതിരിവോടുള്ള തലവേദന ഉണ്ട്. അപ്പൊ ഈ തലവേദന വന്നു കഴിഞ്ഞാൽ അന്ന് നമ്മളെ അവസ്ഥ വളരെ മോശമാണ്. നമ്മൾ ഒരു റൂമിലേക്ക് അകത്തേക്ക് മാറി ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥ, നമ്മൾ ഉൾവലിഞ്ഞു പോകുന്നൊരവസ്ഥ, തന്നെ ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ. തലവേദന വന്നു കഴിഞ്ഞാൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റൂല നമ്മൾക്ക്. ഈ തലവേദന മൈഗ്രെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കാൻ പറ്റൂല. ശബ്ദം കേട്ടാൽ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ തീവ്രമായ പ്രകാശം കണ്ടു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്. അത് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. അങ്ങനെ വളരെ നമ്മ ഒരു യാത്ര പോകാൻ പറ്റൂല. കുടുംബത്തിൽ ഒരു അമ്മക്ക് വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ താളം പൊതുവെ തെറ്റിപ്പോകുന്നൊരവസ്ഥയാണ്. വളരെ ഭീതിജനകവും ഭയാനകവുമാണ് ഈ തലവേദന എന്ന് പറയുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ഞാൻ തന്നെ. എനിക്ക് SSLC പരീക്ഷ നടക്കുന്ന സമയത്താണ് എനിക്ക് തലവേദന വന്നത്. അപ്പോൾ മോഡൽ പരീക്ഷ ഒക്കെ തുടങ്ങി തലവേദനയുണ്ട്. ലാസ്റ്റൊക്കെ പരീക്ഷ എനിക്ക് എഴുതാൻ പറ്റിയില്ല. ഞാൻ തലകറങ്ങി വീണു. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ SSLCക്ക് ഫെയിൽഡ് ആയിരുന്നു. പിന്നെ രണ്ടാമതാണ് ഞാൻ എഴുതി വിജയിച്ചത്. അപ്പൊ തലവേദന എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ പ്രയാസം നിറഞ്ഞ ഒരു അവസ്ഥയാണ്. അത് തലവേദന വന്നവർക്കേ പറഞ്ഞാൽ മനസ്സിലാവും. മറ്റുള്ളവർക്ക് അത്രയും അറിയണമെന്നില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തലവേദനക്ക് മരുന്ന് നൽകുന്ന ഒരു വൈദ്യനെ കണ്ടിട്ടാ. ഒരു